ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചിലപ്പോഴൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ചില ഓഫറുകൾ കിട്ടാറുണ്ട്. അതുപോലെ ഒരു സർപ്രൈസ് ഓഫർ കിട്ടിയ ഒരാളുടെ കഥയാണ് ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസി. കൂട്ടുകാർക്കൊപ്പം ഷോപ്പിങ്ങിന് വന്നവനെ കാത്തിരുന്നത് ഒരു സന്തോഷ വാർത്തയായിരുന്നു. ക്രിസ്റ്റിക്കാണ് സമ്മാനം നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഒരു മോഡലിൻ്റെ കൂടെ ഷോപ്പ് ചെയ്യാനുള്ള കേട്ടോ. ഗേൾസ് എങ്ങനത്തെ ഡ്രസ് ഇടുന്ന ഇഷ്ടം? അത്ര ഷോർട്ടല്ലല്ലോ. മോഡലിനൊപ്പമുള്ള ഷോപ്പിംഗ് കഴിഞ്ഞപ്പോ ആ ഞെട്ടിക്കുന്ന സത്യം അവൻ അറിഞ്ഞു. കണക്കിൽ മിടുക്കരായ ഒരു സംഘം സുഹൃത്തുക്കളാണ് ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസിയിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. അവരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം ഒരു പരിചയപ്പെടലാണ്. പേര് പറയും. മിന്നു. മിന്നു എന്ത് ചെയ്യുന്നു? ACCA പഠിക്കാം വിത്ത് ബികോം. ബികോമിന്റെ കൂടെ തന്നെയാണ് പഠിക്കുന്നത്? അല്ല, ബികോം ഇതിന്റെ കൂടെയാ. ഇതിന്റെ കൂടെ ബികോം കൂടി ഉണ്ടോ? അടുത്ത ആള് ജിൽസ. ജിൽസ എന്ത് ചെയ്യുന്നു? ഞാൻ ബികോം കഴിഞ്ഞു, ACCയും ചെയ്യും. അപ്പൊ സീനിയർ ആണ്? ഒരു ക്ലാസ് ബികോം ലാസ്റ്റ് ഇയർ എഴുതിയിരിക്കുന്നു. റിസൾട്ട് വെയിറ്റിംഗ് ആണ്. എൻ്റെ പേര് ക്രിസ്റ്റോ. ഞാനീ പറഞ്ഞ പോലെ ബികോം കഴിഞ്ഞു, ACCA പ്രൊസീഡ് ചെയ്യുന്നു. നിങ്ങളെല്ലാം ഒരു ക്ലാസ്സിൽ? ഒരു ക്ലാസ്സിലായിരുന്നു. ക്രിസ്റ്റോയുടെ മുഴുവൻ പേരെന്ത്? ക്രിസ്റ്റോ മെറിൻസ്. ക്രിസ്റ്റോ മെറിൻസ്. മെറിൻസ് അത്രേ ഉള്ളൂ? ക്രിസ്റ്റോ മെറിൻസ്. പിന്നെ ഫാദർ നെയിം ജോഷി. മൊത്തം പറയേ. ക്രിസ്റ്റോ മെറിൻസ്, പിന്നെ കണ്ണാശ്ശേരി ജോഷി. പിന്നെ കണ്ണാശ്ശേരി ജോഷി. എന്താ ക്രിസ്റ്റോയെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? ഞങ്ങൾ ഒരു വാട്സപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രൂപ്പായിട്ട്. നിങ്ങളാണ് വാട്സപ്പ്? ഞാൻ ഉദ്ദേശിച്ചത് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ പണ്ട് ഓണം സെലിബ്രേഷന് ഫസ്റ്റ് ഇയർ നിർമ്മല കയറിയപ്പം ഫുഡ് കഴിക്കുന്ന ഒരു നിർമ്മല കോളേജിലാണ് ഞങ്ങൾ മൂവാറ്റുപുഴയാണ് പഠിച്ചത്. ഫസ്റ്റ് ഇയർ പഠിച്ചപ്പോൾ അവിടെ ഓണം സെലിബ്രേഷൻ്റെ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതിൽ മിന്നു ഒരു പഴം കഴിക്കുന്ന ഫോട്ടോ ഉണ്ടായി. അതൊരു വീഡിയോ ആയിരുന്നു. അവനത് കട്ട് ചെയ്ത് ഒരു ഫോട്ടോ ആക്കി വാട്സപ്പിൽ ഗ്രൂപ്പിൽ ഇട്ടു. അപ്പോൾ അവളങ്ങനെ പഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അവൾ പിറ്റേ ദിവസം രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ക്രിസ്റ്റോയ്ക്കിട്ട് ഒരു പണി കൊടുക്കണം. എന്താ പണി കൊടുക്കുന്നത്? ഒരു കസിൻ ഇവിടെ വന്നിട്ടുണ്ട് ടേക്ക് ഇറ്റ് ഈസിയിൽ. നിങ്ങൾ രണ്ടുപേര് കൂടാതെ വേറെ ആർക്കൊക്കെ ഈ പ്ലാനിങ്ങിൽ പങ്കുണ്ടായിരുന്നു? എല്ലാവർക്കും അറിയായിരുന്നു. അറിയില്ലായിരുന്നു. അതെന്താ എബിന് അറിയാഞ്ഞേ? എബിൻ നിഷ്കളങ്കനായോണ്ട് എല്ലാം മനസ്സിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുക ക്രിസ്റ്റോട്. നടന്നപ്പോഴേ എടാ നമ്മളെ പാവ ഫ്രണ്ട് അല്ലേടാ, ഇത് ചെയ്യാവോടാ ചോദിച്ചിങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ ഡിസ്കറേജ് ചെയ്തോണ്ടിരിക്കും. എബിനെ ഞങ്ങളിങ്ങോട്ട് അന്ന് കൂടെ വന്നിരുന്നു. വന്നു, പക്ഷെ ഞങ്ങൾ സ്പോട്ടിൽ വെച്ചാ പറഞ്ഞത്. നടന്നോണ്ടിരുന്നപ്പോ എന്താ സംഭവം പുള്ളി കുറെ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവസാനം പറഞ്ഞത്. അപ്പൊ ചെന്ന് എന്നിട്ടും പൊട്ടത്തരൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്റ്റോയെ എന്ത് പറഞ്ഞാണ് നിങ്ങൾ അവിടെ എത്തിച്ചത്? ഡ്രസ് എടുക്കണമെന്നും പറഞ്ഞു. ക്രിസ്റ്റോ കേറത്തില്ലായിരുന്നു. ക്രിസ്റ്റോ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു വന്നപ്പോ. ഭയങ്കര മൂഡ് ഓഫ്. എന്താ വന്നപ്പോ തന്നെ ചോദിച്ചു നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. ഇത്രയും കൂടെ നിർബന്ധിക്കണ്ടപ്പോ അല്ലേ? ഇവരെല്ലാം ഒരു വളരെ സ്ട്രേഞ്ച് ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. ഇവരെനിക്ക് 4 വർഷമായിട്ട് അറിയാമല്ലോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ക്രിസ്റ്റോയിലായിരുന്നു കോൺസെൻട്രേഷൻ. ക്രിസ്റ്റോ വാ, ക്രിസ്റ്റോ ഇരിക്കുക. നിങ്ങൾക്ക് എന്ത് പറ്റി, ഇതെന്താ സംഭവം? ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ക്രിസ്റ്റോ അവിടെ ഷോപ്പിങ്ങിന് പോകുന്നു. അപ്പോൾ ക്രിസ്റ്റോയ്ക്ക് നമ്മൾ സാധാരണ കടയിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ലക്കി ഡ്രോ ഒക്കെ കാണുമല്ലോ. അപ്പോൾ ക്രിസ്റ്റോയ്ക്ക് ഇന്ന് സമ്മാനമായി കിട്ടിയിരിക്കുന്നത് ഷോപ്പ് വിത്ത് എ മോഡൽ എന്നുള്ളതാണ്. ഒരു മോഡലിൻ്റെ കൂടെ പോയി ഷോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. തുടർന്ന് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ചെറിയൊരു ഇതുണ്ടേ, ഒരു മത്സരം നടക്കുന്നുണ്ടോ, അതിൻ്റെ ഒരു ഇത് വേണ്ടിയാണേ. ക്രിസ്റ്റോ ഇതൊരു ഓഫറാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഷോപ്പ് വിത്ത് മോഡൽ, ഒരു മോഡലിലൂടെ ഷോപ്പ് ചെയ്യാൻ പറ്റും.
എനിക്ക് trousers വേണം. Imagine yourself wearing this beautiful green colored pants. Look around. Look. Tease. നിങ്ങൾക്ക് ടീസിന് ഇത്രയും ക്രേസി ഉള്ള സംഭവമില്ല. ടേക്ക് ടീസ്. എന്ന മാലാണ് എനിക്ക് ടീസിനോട് ക്രേസ് ആയെന്ന് എന്നോട് പറഞ്ഞു. അതെങ്കിൽ അത് നീ ടോപ്പ് എടുത്തു. നിനക്ക് സിസ്റ്ററില്ല, സിസ്റ്ററിന് ടോപ്പ് എടുത്തിട്. എനിക്കിപ്പോൾ സിസ്റ്ററിന് ടോപ്പ് എടുക്കാം. നീ എന്നെ കൊണ്ട് തുണി എടുപ്പിക്കാം. കഴിഞ്ഞ ആഴ്ച പോലെ നിങ്ങൾ നല്ല ഷെയ്ഡ്സ് മേടിക്കണം. ജോലെ നീ അബ്നോർമൽ. ഞാൻ എന്താ നിന്നോട് ഷെയ്ഡ്സ് മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞത്? നമ്മൾ അന്ന് പോയപ്പോൾ നീ ഏതെങ്കിലും ഒരു വെക്കാത്ത ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്ന? ഞാൻ ഇന്ന് പോലെ ഷെയ്ഡ് വെച്ച് തുടങ്ങി. ക്രിസ്റ്റി, നിങ്ങളിപ്പോൾ വന്ന ഗ്രൂപ്പല്ലേ? യാ. നിങ്ങൾക്കാണ് ഇപ്രാവശ്യത്തെ ഷോപ്പ് വിത്ത് മോഡലുള്ള സമ്മാനം. ഓക്കെ. ക്രിസ്റ്റിക്ക്. ക്രിസ്റ്റിക്കാണ് സമ്മാനം നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഷോപ്പ് മോഡൽ, ഒരു മോഡലിലൂടെ ഷോപ്പ് ചെയ്യാനുള്ള കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു മോഡൽ വരും, നിങ്ങൾക്ക് അവരുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മോഡലിലൂടെ. ഓക്കെ, എനിക്ക് ഇതെന്തോ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. ഷോപ്പ് കിട്ടാൻ മോഡൽ അത് ഷോപ്പ് വിത്ത് മോഡൽ. നമ്മുടെ ഒരു മോഡലുണ്ട്. ഓക്കെ, മോഡലിൻ്റെ കൂടെ ഷോപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പുള്ളിയൊക്കെ കൂടെ നിൽക്കും, അത്രേ ഉള്ളൂ. 5000 രൂപയുടെ സമ്മാനം. നിങ്ങളെടുത്തോ, ഡ്രസ്സ് എടുത്തോളൂ. ഇതേ ഒന്ന് സഹായിച്ചോളൂ. ഓക്കെ. So you can see എനിക്കും ഷോപ്പ് ചെയ്യാനുണ്ട്, ക്രിസ്റ്റോയ്ക്ക് ഷോപ്പ് ചെയ്യാനുണ്ട്. So since you got the prize, ജോൽ ഹെൽപ്പ് മാൻ. ഞാൻ I think you didn't like me. നോട്ട് ഐ മീൻ വൈ ഷുഡന്റ് ഐ ലൈക്ക് എന്താ ഇത്? പക്ഷേ എനിക്ക് ഷോപ്പ് ചെയ്യണ്ട, അതുകൂടി നോക്കിത്തരാം. ഗേൾസിൻ്റെ ഡ്രസ്സിൽ സെലക്ട് ചെയ്യാൻ അറിയോ? You don't? Why are they clicking pics? I don't know. Is your cousins? Friends. ഗേൾസ് എങ്ങനത്തെ ഡ്രസ്സ് ഇടുന്ന ഇഷ്ടം? ഐ മീൻ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവില്ല എല്ലാവർക്കും. ജീൻ ടോപ്പ് ഓരോരുത്തരുടെ ഇഷ്ടമല്ല. This is shrunk. കൊള്ളാവോ? ഈ നെക്ക് നല്ലതല്ലേ? എന്തെങ്കിലും പറയൂ. ഞാൻ അത്രയും ഹെൽപ്പ് ചെയ്തില്ല. ഏത് ജീൻസ് വേണം, ഗ്രേ സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ചെയ്യണ്ട, ഞാൻ പറയാം. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി. കൊള്ളാവോ ഇല്ലയോ അങ്ങനത്തെ ട്യൂണിങ്സ് എനിക്ക് വേണ്ട.
ഷോർട്ട് ഡ്രസ് ഇടാൻ അത്ര ഷോർട്ട് അല്ലല്ലോ. മീൻ വാട്ട് ഐ എം വെയറിംഗ് നൗ. കുറച്ച് ലോങ് ആയി ലോങ് ഇടണോ? ഓക്കെ. ആ ബ്ലൂ പാൻസിൻ്റെ കൂടെ നല്ലതായിരിക്കില്ലേ? ആയിരിക്കും നല്ലതായിരിക്കും. ക്രിസ്റ്റോയ്ക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ എന്താ? ബിക്കോസ് ഐ ആം ഫീലിംഗ് വെരി ഓക്വേർഡ് ബിക്കോസ് ഓഫ് ദാറ്റ്. ചൂസ് ചെയ്തോ? ഞാൻ പറയാം, ഞാൻ എന്തെങ്കിലും പറയാം. ഓക്കെ ഓക്കെ ദെൻ കെൻ യു ജസ്റ്റ് സെലക്ട് വൺ തിങ്? അല്ലെങ്കിൽ വെറുതെ നിൽക്കും ഇതുപോലെ. ഒന്ന് സെലക്ട് ചെയ്യും, ഞാൻ പറയാം ക്രിസ്റ്റോയുടെ ഇൻട്രസ്റ്റ് എങ്ങനത്തെ. ലൈക്ക് ദിസ്. ഇത് റെയിൻകോട്ട് പോലുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഷോർട്സ് ഗേൾസ് ഇടുന്ന ഇഷ്ടമാണോ? ഇറ്റ്സ് ഷോർട്സ്. ഐ ലൈക്ക് ഇറ്റ്. ഇപ്പോൾ നമ്മളവിടെ ഒരു പിക്നിക് പോവുകയാണെങ്കിൽ ലൈക്ക് ഗോവ ആണോ? ഇഷ്ടം ഭയങ്കര റിസർവ്ഡ് ആണോ? നോ, എനിക്ക് ഫീൽ ചെയ്തായിരിക്കും. Don't make me so embarrassed. Okay. It's small. Get something big. Smaller. കുറച്ചുകൂടി ലെങ്ത് ഉള്ളതാണോ? ക്രിസ്റ്റോ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. എനിക്ക് ടെൻഷനൊന്നുമില്ല. ഫേസ് ഭയങ്കര. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ക്രിസ്റ്റോയ്ക്ക് നാണമുണ്ടോ? ഷൂ കിട്ടിയോ? ഓക്കെ, എന്നാൽ ഇത് ബില്ലേ. മോഡലിലൂടെയുള്ള ഷോപ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? And your face looks very weird because you overheated ഭയങ്കര embarrassed ആയി. എന്തോ സംഭവം മനസ്സിലായിട്ടില്ല. അതന്നെ. It was nice meeting you. ഇനി എവിടെയെങ്കിലും ഇങ്ങനെ കാണാം. ഓക്കെ, ബൈ ബൈ. അപ്പൊ നീ ഒന്നും എടുത്തില്ലേ? നീ ഒന്നും മേടിച്ചില്ലേ? നീ എടുത്ത ഷർട്ടൊക്കെ ഉണ്ട്.
ആ അതൊക്കെ അവളുടെ പേര് പോലും ചോദിച്ചില്ല. 11,000 5,000 ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് 5,000 ഇതിൻ്റെ ഓഫറുണ്ട്. ഓക്കെ അല്ല പുള്ളിക്ക് 5,000 ഓഫറുണ്ട്. ഓക്കെ ഓക്കെ മോഡലിന് ഇപ്പം നമ്മൾ അവരെ മോഡലിനായിട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ മോഡലായിട്ട് നമ്മൾ അവരെ കൊണ്ടുവന്നു. ഓക്കെ അവർ പോയി പുള്ളിയല്ലേ അവർക്ക് ഫുഡ് ഇത് മേടിച്ചു കൊടുത്തേ, ഡ്രസ്സ് മേടിച്ചു കൊടുത്തേ, നിങ്ങളല്ലേ മേടിച്ചു കൊടുത്തേ? ഞാൻ മേടിച്ചു. പുള്ളി സെലക്ട് ചെയ്യുന്നുണ്ട്. ഷോപ്പ് വിത്ത് മോഡൽ, ഷോപ്പ് ഫോർ മോഡൽ അല്ലല്ലോ. ഓക്കെ ഷോപ്പ് വിത്ത് മോഡൽ. മോഡൽ പുള്ളിക്ക് ഡ്രസ്സ് എല്ലാം എടുത്തു കൊടുത്തു. ഓക്കെ കൊടുത്തല്ലോ. അതിന് 5,000 റുപ്പീസ്. ഓക്കെ ഫൈൻ. പുള്ളി പൈസ കൊടുക്കണ്ട. വൈ? അത് പുള്ളിക്കുള്ള ഡിസ്കൗണ്ട് ഇതായിരുന്നു. പക്ഷെ ഇതോ മോഡലിന് പുള്ളി എടുത്തു കൊടുത്തില്ല. അത് ഞങ്ങളുടെ അതിനകത്തില്ല. ആ പക്ഷെ വേറെ ആർക്കും ഇങ്ങനെ എടുത്തു കൊടുക്കത്തില്ല. ഞാൻ അത് ആലോചിക്കുന്നത് പുള്ളി എല്ലാം സെലക്ട് ചെയ്ത് എടുത്തു കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. പെൺകുട്ടിക്ക് എല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ എന്താ 5,000 റുപ്പീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഞാൻ സമ്മതിച്ചു, ഇപ്പോഴും സമ്മതിച്ചു അല്ലേ? 5,000 റുപ്പീസ് പുള്ളിയുടെ എപ്പോഴും തന്നെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ പെൺകുട്ടി അത് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ കൊടുത്ത അതിൽ അവർക്ക് ഞാൻ ബില്ല് കൊടുത്തില്ല. നിങ്ങളല്ലേ എടുത്തു കൊടുത്ത മുഴുവൻ. നിങ്ങളല്ലേ പുള്ളിക്ക് ആ പെൺകുട്ടിക്ക് എടുത്തു കൊടുത്തത്. പിന്നെ ഞാനിങ്ങനെ ആ കുട്ടിയുടെ ഇവർ തമ്മിൽ ബായ് എന്നൊക്കെ പറഞ്ഞല്ലേ ഇറങ്ങിപ്പോയി. അത് ഭയങ്കര കമ്പനിയാണ്. കാരണം മോഡൽസിന് ആരും എടുത്തു കൊടുക്കാറില്ല. ചില ആൾക്കാരെ മോഡൽസിന് എടുത്തു കൊടുക്കാറുണ്ട്. ഞാൻ 2 ഷർട്ട് എടുത്തോണ്ട് പോയിട്ട് ചേട്ടനോട് വന്നിട്ട് ബൈ എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പോകും. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറഞ്ഞേക്ക് നിങ്ങളോട് ആ 5,000 റുപ്പീസ് എടുത്തു കൊടുക്കാൻ അത് ഓക്കെ അല്ലേ? അതിപ്പോഴും മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഷോപ്പ് വിത്ത് മോഡൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പൊക്കോ ഓണോട് സംസാരിച്ചിട്ട് വരട്ടെ, ഓണർ ആരാന്ന് വെച്ച് വരട്ടെ. ഞങ്ങൾ പുള്ളിയോട് സംസാരിച്ചു വിട്ടോളാൻ പറഞ്ഞില്ലേ? പ്രൂവ് ചെയ്യാം, നമുക്ക് പ്രൂവ് ചെയ്യാം. ആ പെൺകുട്ടിക്ക് താങ്കൾ എടുത്തു കൊടുത്തത് പ്രൂവ് ചെയ്യാൻ ഇതിപ്പോ അത് കണ്ടറിയത്തില്ല, അത് സിസ്റ്റത്തെ കാണത്തില്ലോ. ഷോപ്പ് വിത്ത മോഡലിനെ പറഞ്ഞുള്ളൂ. അല്ല മോഡലിന് പിന്നെ എടുത്തു കൊടുക്കാൻ ഓഫർ ചെയ്യാൻ പുറത്തില്ല. നിങ്ങൾ ഇന്ന് സൊല്യൂഷൻ ഉണ്ടാക്ക്. സൊല്യൂഷൻ ബില്ല് കൊടുത്താൽ മതി. വേണ്ട, ഓണർ വരും. ബില്ല് എന്തായാലും കൊടുക്കുന്ന പരിപാടിയില്ല. അമൗണ്ട് എത്രയായി ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. അമൗണ്ട് എത്രയായി ചോദിക്കുന്നുണ്ട്. സാറേ അതല്ല പറയുന്നേക്ക്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ല് ഇവര് പെണ്ണിന് മേടിച്ചു കൊടുത്തു. എന്ത് പറ്റി? വാങ്ങിച്ചു കൊടുത്ത് പറ്റിച്ചോ? പേടിക്കൊന്നും വേണ്ട, ചമ്മലാണ്. അപ്പോൾ മുഖത്ത് ഇതാ ഇവരെല്ലാരും കൂടി ചേർന്നുള്ള പണിയായിരുന്നു. എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ഇങ്ങനെ ഒരിക്കലും എനിക്ക് നേരത്തെ സംഭവിച്ചിട്ടില്ല. എല്ലാവരും ഒരുപോലെ എനിക്കാണോ വട്ടാണ് അത് അവർക്കാണോ വട്ടെന്നുള്ളൊരു ഡൗട്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എന്നോടൊരു നോർമൽ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വന്നോടെ ആകെ മാറി, എല്ലാം ഒരു വേറെ അപ്പിയറൻസ്. പക്ഷെ അപ്പോൾ ഞാൻ ആലോചിച്ചു ഇനി എന്നെങ്കിലും ഒരു രീതി പണിയാണോ. പക്ഷേ ഇത്രയും ഒരു ഷോറൂം മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇത്രയും ഇതിലേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ നിൽക്കുന്ന ആൾക്കാരും എല്ലാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം എനിക്ക് അതാ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല ഈ ഷോപ്പ് വിത്ത് മോഡൽ എന്നാന്ന്. അവർ പറഞ്ഞ് 5,000 ഷോപ്പ് ചെയ്യാം. അതിൽ എഴുതിയിട്ടില്ല അങ്ങനെയൊന്നും, ജസ്റ്റ് ഷോപ്പ് വിത്ത് മോഡൽ. അപ്പോൾ ഞാൻ എത്ര സെലക്ട്, കാരണം ഞാൻ ഈ ഡ്രസ്സ് എടുക്കുമ്പോഴും ആലോചിച്ചു ഇത് 5,000 അല്ലല്ലോ, ഇത് കുറേ ഉണ്ടല്ലോ, ഇതെന്താ. അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു. പിന്നെ എനിക്ക് ആ മോഡൽ വന്നിങ്ങനെ ഷോർട്സ് ഒക്കെ എടുത്ത് തന്നപ്പോഴത്തേക്കും ഞാനിപ്പോൾ എന്ത് പറയാനാ. ഒന്നാമത് ക്രിസ്റ്റോയ്ക്ക് ഈ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരാളാണ്. അറിഞ്ഞുകൂടാ, നേരത്തെ ചെയ്തിട്ടുമില്ല. അത് ആദ്യം വന്നപ്പോഴേ ക്രിസ്റ്റോ പറഞ്ഞു. നിങ്ങളുടെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മിടുക്കനായിട്ടുള്ള ആള് ക്രിസ്റ്റോ. കഴിഞ്ഞ പ്രാവശ്യം ഇത് തോറ്റുപോയത്. ആ എളിമയുണ്ട് കണ്ടോ. പെൺകുട്ടി കുറെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ച അളവൊക്കെ നോക്കുന്നുണ്ടായിരുന്നല്ലോ അതിന്റെ ഇടയിൽ. അപ്പൊ ഒരു നാണം ഉണ്ടായിരുന്നു കേട്ടോ മുഖത്ത്. അത് അങ്ങനെ
അതുണ്ടായിരുന്നു. പറയും മിന്നുവിന്റെ ഒരു എക്സ്പീരിയൻസ് പറയും അവിടെ നിന്നപ്പോഴുള്ളത്. ഇവനൊരു ഫീൽ ഇല്ലായിരുന്നു. മീൻസ് എന്ത് ചെയ്താലും ഒരു എഫക്റ്റും ഇല്ലാതിരിക്കുക. മീൻസ് അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തൊക്കെ ഭയങ്കര കൂളായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നതാണ്. ഇത് ഒന്നുമില്ല. ഒരു എന്ത് ചോദിച്ചാലും എന്തെങ്കിലും ആയിക്കോട്ടെ എല്ലാം അങ്ങ് വിട്ടാലേ ഒരു എക്സ്പ്രഷൻ നമുക്ക് തന്നെ ടേക്ക് ടി സി എന്നൊക്കെ എല്ലാവരും കാണുമ്പോൾ ഭയങ്കര ഓടിപ്പോലോ അങ്ങനെയൊക്കെ അല്ലേ. ഇത് അങ്ങനെ ഒന്നുമില്ല. ഇത് ചുമ്മാ ഇപ്പൊ ബില്ലടയ്ക്കണം, ബില്ല് കണ്ടു, ഓക്കെ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. എത്ര വർഷത്തെ ഫ്രണ്ട്സ് ആണ്? 3 വർഷം. പിന്നെ ക്രിസ്റ്റോനെ തളക്കാൻ ഞങ്ങൾ ഇതിനു മുമ്പ് പല പ്ലാനൊക്കെ ഇട്ടായിരുന്നു. ക്രിസ്റ്റോയ്ക്ക് നിങ്ങളെല്ലാം പറ്റി വളരെ വ്യക്തമായ ധാരണയുണ്ട്. കാരണം നിങ്ങളുടെ പെരുമാറ്റത്തിലുള്ള ചെറിയ മാറ്റം പോലും ക്രിസ്റ്റോ പിടിച്ചു. ക്രിസ്റ്റോയ്ക്ക് അവസാനമൊക്കെ ക്രിസ്റ്റോ വിശ്വസിക്കുകയൊക്കെ ചെയ്തതാ. യൂഷ്വലി ക്രിസ്റ്റോ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യാറുള്ളത്? ഇല്ല, അതല്ല പറഞ്ഞു. അന്നത്തെ ദിവസം ആള് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മൂഡ് ഔട്ട് ആയിരുന്നു. യൂഷ്വലി ഭയങ്കര വൈബ്രന്റ് ബബ്ലി ഒരു ആളാണ്. മീൻസ് ഭയങ്കര ലവ്ലി. നമ്മളുണ്ടപ്പോൾ എപ്പോഴും ചിരിയും കളിയും തമാശയായിട്ട് നടക്കുന്ന ചെക്കന. ഇവരെല്ലാവരും ക്രിസ്റ്റോനെ മാത്രം ഫോക്കസ് ചെയ്യുക. ക്രിസ്റ്റോ ഇരിക്കുക, ക്രിസ്റ്റോ കഴിക്കുക. അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും പോയി ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നു. അപ്പോഴത്തേക്കും ക്രിസ്റ്റോയുടെ ഇവരെല്ലാവരും പറയും കഴിക്കുക, ഐസ്ക്രീം കഴിക്കുക. എല്ലാം ഇവന് ഫോക്കസ് ചെയ്യും. അപ്പൊ ഇവന് തന്നെ ഇറിറ്റേഷൻ വരുമോ പിന്നെയും ഇവന്റെ പേര് മാത്രം. പിന്നെ ഇതെന്താന്ന് ഇവന് തന്നെ മനസ്സിലാവുന്നില്ല. സാധാരണ ഇവനാണ് ബാക്കിയുള്ളവരുടെ പുറകെ നടക്കുന്നത്, ഇത് നേരെ തിരിച്ചാ. നിങ്ങളെല്ലാവരും പല സ്ഥലത്ത് നിന്നുള്ളവരല്ലേ? ഈ കോഴ്സിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം പിന്നെ ടേക്ക് ടി സി കൂടി വീണ്ടും എല്ലാവരും ഒത്തുകൂടുകയാണ്. ഇതുപോലെ ഒരുപാട് ഒത്തുകൂടലുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ടേക്ക് ടി സിയുടെ പേരിൽ ആശംസിക്കുന്നു. ടേക്ക് ടി സിയുടെ പേരിൽ ഒരു ചെറിയ ഉപഹാരം. ഇതുപോലെ നിങ്ങളുടെ ഒരു സുഹൃത്തിനോ കുടുംബാംഗത്തിനോ ഒരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം കൂടുതൽ സർപ്രൈസുകളുമായി അടുത്തയാഴ്ച ടേക്ക് ടി സിയിൽ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.